യെസ്, നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ, ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോയി കണ്ടിട്ട് വരണം. നമ്മൾ ക്യൂബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് ടൈം പോയി കണ്ടിട്ടുണ്ടാവണം കേട്ടോ. കുഴപ്പമില്ല, കണ്ടിന്യൂവേഷൻ അല്ല. ഇത് നമ്മള് മൾട്ടിപ്ലിക്കേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം എക്സാം എഴുതുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പറായി ഫണ്ടമെന്റലി നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം, എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറയും. അതിൽ നിങ്ങൾക്ക് അറിയാവുന്നതും ഉണ്ടാവും, അറിയാത്തതും ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരു ഡെയിലി പ്രാക്ടീസിന് വേണ്ടി കൊടുത്തോളാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് എക്സാമിന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഇത് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മസ്റ്റായും സ്ഥിരമായ പ്രാക്ടീസ് വേണം. അതുകൊണ്ട് വെറുതെ കണ്ടിരിക്കരുത്. കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. പ്ലസ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സ്ഥിരമായി കുറച്ച് നാളത്തേക്കെങ്കിലും, ഞാൻ പറയുന്നത് കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യണമെന്നാണ്, അതിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഈ മൾട്ടിപ്ലിക്കേഷൻ ഐഡിയാസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഐഡിയാസ് പറയുമ്പോൾ ഞാൻ സ്പെഷ്യൽ കേസസ് പറഞ്ഞുതരാം. ആദ്യം സ്പെഷ്യൽ കേസസ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ജനറൽ കേസസിലേക്ക് പോവാം. സ്പെഷ്യൽ കേസസിനെ പറ്റി പറയുമ്പോൾ ആദ്യം അടുത്തടുത്തുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ് പറയാം. അടുത്തടുത്തുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 17 × 19 ഇങ്ങനത്തെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ ഗ്യാപ്പ് ഇല്ലാത്ത അടുത്തടുത്ത് വരുന്ന, അപ്പൊ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ കുറെ ഇത് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് എക്സാമിന് അടുത്തടുത്തുള്ള നമ്പർ വരുമ്പോൾ ഓക്കെ നമ്മൾ ഐഡിയ വർക്ക് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ അടുത്തടുത്തുള്ള നമ്പറുകൾ എന്ന് പറയുമ്പോൾ 17ഉം അതുപോലെ തന്നെ ആരുണ്ട്, 19 ഉണ്ട് അല്ലെ. അപ്പോ നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് 18² - 1 ആയിരിക്കും. 18² 324 ആണ്. നമുക്ക് ഇത് 323 എന്ന് കിട്ടും. ഇതാണ് ഐഡിയ. എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ലെങ്കിൽ 18² - 1² എന്ന് പറയാം. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 14 × നിങ്ങൾക്കൊരു എത്രയാ 18 എന്ന് വന്നു. 14 × 18 വന്നാൽ ഇതിന്റെ ആൻസർ 16² - 2² ആയിരിക്കും. 16² എന്ന് പറഞ്ഞാൽ 256 ആണ്. അതിനകത്ത് 2² പോയാൽ 252 വരും. കണ്ടോ, മൾട്ടിപ്ലൈ ചെയ്യാതെ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും മനസ്സിലാക്കുക. a² - b² = a + b × a - b ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ 17 × 19 ചെയ്യുമ്പോൾ അത് ആക്ച്വലി ആരാ? 17 × 19 ചെയ്യുമ്പോൾ അത് 18 + 1 × 18 - 1 ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് മൾട്ടിപ്ലൈ, ഇപ്പൊ 14 × 18 ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നടുക്കുള്ള നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 14 18 രണ്ട് ഈവൻ നമ്പർ ആണല്ലോ. നടുക്കുള്ള നമ്പർ 16 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടുത്തെ ഗ്യാപ്പ് 2 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് 16² - 2² ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? സ്ക്വയർ പഠിച്ചിട്ടുണ്ടാവണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ അറിയാമെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 1 to 30² പഠിച്ചിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ ഞാൻ അല്ലാത്ത സ്ക്വയറുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിനു മുന്നേ ഒരു എക്സാമ്പിൾ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ 27 × 33 ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അറിയാം അതിന്റെ നടുക്കാര 30 ആണുള്ളത് അല്ലെ. 30ന്റെ സ്ക്വയർ 900 ആണ്. പിന്നെ 30യും 33 തമ്മിൽ 3 ആണ് ഡിഫറൻസ്. അല്ലെങ്കിൽ 27ഉം 30 തമ്മിൽ 3 ആണ് ഡിഫറൻസ്. ആ നടുക്കുള്ള ആളിലേക്കുള്ള ഡിഫറൻസ് എത്രയാ? 3 ആണ്. ഇപ്പൊ 3ന്റെ സ്ക്വയർ 9 ആണ്. 900 - 9 നമുക്ക് 891 കിട്ടും. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലാണ് എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഒന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, 36 × 44. ഓക്കെ, പെട്ടെന്ന് നമ്മൾ പ്രോസസ് ചെയ്തു. എന്താ നമുക്ക് മനസ്സിലായത്? ഇതിന്റെ നടുക്കുള്ളത് 40 ആണ്. 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1600. 1600 നിന്നും ഇവിടെ 40യും 44 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അപ്പൊ 1600 നിന്നും 4ന്റെ സ്ക്വയർ 16 കുറച്ചു. 1600 നിന്ന് 16 കുറച്ച് 1584. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് സ്ക്വയർ പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഈ ഉത്തരം വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ സ്പെഷ്യൽ കേസ്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കുക? നമ്മളോട് പറയോ ഇതാണ് സ്പെഷ്യൽ കേസ്, ഇതാണ് സ്പെഷ്യൽ കേസ്? പറയില്ല. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കേസ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് ഇങ്ങനെയാണ്. നോക്കടാ, ഒരേ ബേസ് ഉള്ള നമ്പർ, ഇപ്പൊ ഉദാഹരണം പറയാണ്, ഇപ്പൊ 21 × 29.
എന്താ അവിടുത്തെ പ്രത്യേകത? അല്ലെങ്കിൽ 22 ഇൻറ്റു 28, അല്ലെങ്കിൽ 33 ഇൻറ്റു 37 എന്താ അവിടുത്തെ പ്രത്യേകത? 30, 20, 20, 20. അതായത് 10ന്റെ സ്ഥാനത്തുള്ള ആൾ സെയിമാ, ഞാൻ അതിന് ബേസ് എന്ന് വിളിക്കാം, ബേസ് സെയിമാ. അത് മാത്രമാണോ? അല്ല, യൂണിറ്റ് ഡിജിറ്റ് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 10 കിട്ടുന്നുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് കൂട്ടുമ്പോൾ 10 കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ നടുക്കുള്ള നമ്പർ 35 ആണ്. ഓക്കെ, ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. നോക്കിയോ, ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ ആലോചിക്കണം, 42 ആണെങ്കിൽ അതിന്റെ കൂടെ ആര് വരണം? 42ന്റെ കൂടെ ആര് വരണം? 48 വരണം. കണ്ട, 10ന്റെ സ്ഥാനത്തുള്ള ആൾ മാറിയിട്ടില്ല, എന്നാ യൂണിറ്റ് ഡിജിറ്റ് കൂട്ടിയാൽ 10 കിട്ടും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെ തന്നെ വരണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. അഥവാ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാമോ? 2 ഇൻറ്റു 8 16 അത് ആദ്യം എഴുതി. ഇനി ഇവിടെ നമ്മളെ 10ന്റെ സ്ഥാനത്ത് 10ന്റെ സ്ഥാനത്തുള്ളത് 4 അല്ലേ? 10സിൽ 4 ആണുള്ളത്. അപ്പൊ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറും കൂടെ എടുക്കുക, 4. കഴിഞ്ഞ അടുത്ത് 5 4 × 5 എത്രയാ? 20. അപ്പോ 2016 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ വേറെ ഇവിടെ എഴുതിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 22 ഇൻറ്റു 28. ഇത് ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ പറഞ്ഞേ, 2 ഇൻറ്റു 8 16 ഇനി ഇവിടുത്തെ ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ 3 3 ഇൻറ്റു 2 6, 616. പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ശരി. വേറൊരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ പറയാൻ ശ്രമിച്ചു നോക്കുക. ഞാൻ ഒരെണ്ണം കൂടെ തരാം. 36 ഇൻറ്റു 34. റെഡി അല്ലേ? ബേസ് സെയിമാ, മറ്റേ കൂട്ടുമ്പോൾ 10 കിട്ടുന്നുണ്ട്. അപ്പൊ 6 ഇൻറ്റു 4 എത്രയാ? 24. അവിടെ 2 ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, 2 ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതി വെക്കണം. ഇനി 3 കഴിഞ്ഞ അടുത്ത നാച്ചുറൽ നമ്പർ 4 3 ഇൻറ്റു 4 12, 1224 കിട്ടും. ഈ ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്രയാ പറയാം? 35 ഇൻറ്റു 35 അഥവാ 35ന്റെ സ്ക്വയർ. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ സെയിം അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് കൂട്ടിയ 10, ബേസ് സെയിം. അപ്പൊ 5 ഇൻറ്റു 5 25. 3 തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും 3 ഇൻറ്റു 4 12, 1225. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. 61 ഇൻറ്റു 69. ഓക്കെ, 1 ഇൻറ്റു 9 9. പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞ കേസുകളിലൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അവിടെ 2 ഡിജിറ്റ് എഴുതിയിട്ടില്ലേ? ഇല്ലേ? 2 ഡിജിറ്റ് എഴുതിയിട്ടില്ലേ? അവിടെ ഈ ആൻസർ നമ്മൾ 2 ഡിജിറ്റ് എഴുതിയിട്ടില്ലേ? അപ്പൊ ഇവിടെയും 2 ഡിജിറ്റ് എഴുതണം. നിങ്ങൾക്ക് 9 കിട്ടുന്നുണ്ടെങ്കിൽ 09 എഴുതിക്കോണം. ഇനി 6 തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 7 6 ഇൻറ്റു 7 42, 42 09. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിനെ ഇവിടെ വർക്ക് ആവുന്നത്, പക്ഷെ നമ്മൾ അതിനെ ഡയറക്റ്റ് ഒരു ഷോർട്ട് കട്ട് പോലെ അങ്ങ് പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഉദാഹരണങ്ങൾ എഴുതുക. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ 114 ഇൻറ്റു 116. നോക്ക്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമൊന്നുമില്ല. യൂണിറ്റ് ഡിജിറ്റ് 4 6 കൂട്ടിയ 10. ബാക്കിയുള്ളവരൊക്കെ സെയിം അല്ലേ? ബാക്കിയുള്ളവർ സെയിം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? 6 ഇൻറ്റു 4 24. 11 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ 12. 11 ഇൻറ്റു 12 132. ആൻസർ കിട്ടും, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ആ 11 ഇൻറ്റു 12 എത്രയാന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ഓക്കെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താ? ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ഞാൻ ഒറ്റൊന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം. 73 ഇൻറ്റു 77 എഴുതുക. എന്നിട്ട് 3 ഇൻറ്റു 7 21 ആണെന്ന് മനസ്സിലാക്കി. 7 കഴിഞ്ഞ അടുത്ത നമ്പർ 8 ആണ്. 7 ഇൻറ്റു 8 56, 5621. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി എന്നാ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്തോളൂ. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സ്പെഷ്യൽ കേസ് പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ അത്രത്തോളം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നോക്കിയോ, 100നോട് അടുത്ത നമ്പറുകൾ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 102 ഇൻറ്റു 104 ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ അതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്പർ 100നേക്കാൾ എത്ര കൂടുതലാ? 2 കൂടുതലാണ് അല്ലെ? ഈ നമ്പർ 100നേക്കാൾ എത്ര കൂടുതലാ? 4 കൂടുതലാണ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ വലിയൊരു നമ്പർ വെക്കാം. 114. ഓക്കെ, ഈ നമ്പർ 100നേക്കാൾ 2 കൂടുതലാണ്. ഈ നമ്പർ 100നേക്കാളും 14 കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ കൂടുതലുള്ളത് എത്രയാന്ന് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം ഈ 2 ഇൻറ്റു 14 എഴുതുക. 2 ഇൻറ്റു 14 എത്രയാ?
28, 28. എത്രയാണ് കൂടുതലുള്ളത്? ഇവിടെ 2, ഇവിടെ 14. ഇരട്ടി എടുത്ത അല്ല മൾട്ടിപ്ലൈ ചെയ്തപ്പോ 28 നേട്ടി. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ 102 + 14 ചെയ്യുക, അല്ലെങ്കിൽ 114 + 2 ചെയ്യുക. രണ്ടും സെയിമാ. 114 രണ്ടും 116 ആണ്. 102 14 116 ആണ്. കണ്ടോ? 116 28 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ എഴുതിയതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 102 × 114 ചെയ്യുമ്പോ ഇവിടെ 100നേക്കാൾ എത്ര കൂടുതലുണ്ട്? 2 × 14, അത് 28 എഴുതി. ഇനി 102ഉം ഇവിടെയുള്ള എക്സ്ട്രാ 14ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 116. കണ്ടോ? എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങൾ ഇത് 3 ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ കുറെ സമയം എന്ത് ചെയ്യും? ചെലവാകും. അത് ഒഴിവാക്കാൻ ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ വേറെ ഒരെണ്ണം ചെയ്ത് നോക്കുക. 107 × 108. ഓക്കെ, 7 × 8 എത്രയാ? 56. ഇനി 108ഉം 7ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 115 കിട്ടും. കഴിഞ്ഞു. എന്ത് സിമ്പിൾ ആയിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എന്താണ് സ്റ്റെപ്പ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടെ ഞാൻ ഇതൊന്നുകൂടെ പറയണേ. 107 × 108. ഇവിടെ ഒരു സ്ഥലത്ത് 7 കൂടുതലാ, മറ്റേ സ്ഥലത്ത് 8 കൂടുതലാ. കൂടുതലുള്ള ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. 7 8 56. അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ പറഞ്ഞത്? ഒന്നെങ്കിൽ ഇയാളോട് കൂടെ ഇത് ആഡ് ചെയ്യുക. 107ഉം 8ഉം 115, അല്ലെങ്കിൽ 108ഉം 7ഉം 115. രണ്ടിന്റെ ആൻസർ സെയിം ആ കിട്ടുക. നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ചെറുതാണെങ്കിലോ, ഇപ്പൊ രണ്ടും വലുതായ കേസല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ നമ്പേഴ്സ് എടുക്കാം കേട്ടോ. അവിടെ ഓർക്കേണ്ടത് 2 ഡിജിറ്റ് ആണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ശരി, ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. 102 × 144. 2 × 44 എത്രയാ? 88 അല്ലെ? ഇനി 144 രണ്ടും എത്രയാ? 146. കഴിഞ്ഞു. കിട്ടും. അപ്പൊ ഒരെണ്ണം ചെറുതാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സ്റ്റെപ്പ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ചെറുതാണെങ്കിലോ, ഉദാഹരണത്തിന് 94 × 97. ഇവിടെ എത്ര കുറവാ? ഒന്നാമത്തെ കേസിൽ എത്ര കുറവാ? ഇവിടെ 6 കുറവാണ് അല്ലെ? ഇവിടെ എത്ര കുറവാ? 3 കുറവാണ്. അപ്പൊ നിങ്ങൾ ആ -6 × -3 ചെയ്യാം. -6 × -3 എത്രയാ? 18 ആണ്. 6 × 3 18. മൈനസ് ഇൻറ്റു മൈനസ് എത്രയായിരിക്കും? 18 ആയിരിക്കും. അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 18 തന്നെ എഴുതി വെക്കുക. അടുത്തായിട്ട് ഒന്നെങ്കിൽ 94 3 കുറയ്ക്കുക, അല്ലെങ്കിൽ 97 4 കുറയ്ക്കുക. രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് 91 കിട്ടും. 9118 ആയിരിക്കും ആൻസർ. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്. ഇവിടെ -1 എന്നുള്ളൊരു വ്യത്യാസമായിരിക്കും. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 93 × 90. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കുറവാ? ഇവിടെ ഒരു 7 കുറവാണ്. ഇവിടെ എത്ര കുറവാ? 9. -7 × -9 63. 93 9 കുറയ്ക്കുക, അല്ലെ 91 7 കുറയ്ക്കുക. നിങ്ങൾക്ക് 84 എന്ന് കിട്ടും. ഇതാണ് അവിടെ 8463. കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കുക. സംഭവം കറക്റ്റ് ആയിരിക്കും. അപ്പോ നമുക്ക് ഏകദേശം 90 അടുത്ത് വരുന്ന 100 അടുത്ത് വരുന്ന ഏത് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 1 100നേക്കാളും ചെറുതും 1 100നേക്കാളും വലുതും എന്നുള്ള രീതിയിൽ, ഇപ്പം 102 × 92 ഇങ്ങനെ പോയി കഴിഞ്ഞാലോ, അവിടെ ഇവിടെ 2 കൂടുതലും ഇവിടെ ഒരു 8 കുറവും അല്ലേ? ആണല്ലോ. ഇപ്പൊ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × -8 -16 എന്നാ കിട്ടുക. ഒരിക്കലും അവിടെ -16 എന്ന് എഴുതാൻ പാടില്ല. പകരം 100 - 16 എത്രയാന്ന് ആലോചിച്ച് നോക്കുക. എത്രയാ? 84 അല്ലേ? അപ്പൊ ഇവിടെ 84 എഴുതാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു 100 എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ബാക്കി കണ്ടുപിടിക്കാൻ പോവുകയാണ്. പക്ഷെ അവിടെ ഒരു 100ന്റെ കുറവുണ്ടാവും എന്നുള്ള ഓർത്തണം. അത് ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. നോക്കിയോ, അടുത്ത എന്താ? 102 നെട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ 92 2 കൂട്ടുക. 102 നെട്ട് കുറച്ചാല് 94, 92 2 കൂട്ടിയാലും 94. ഇവിടെ 94 ഉള്ളത്. ഓക്കെ, അതായത് 94 100 ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ ഒരു 100 നമ്മളിവിടെ എടുത്തു ഓൾറെഡി. അതുകൊണ്ട് 94 കിട്ടിയാലും നിങ്ങൾ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 93 എഴുതാൻ പാടുള്ളൂ. 9384 ആണ് അവിടെ ആൻസർ വരിക. അത് നിങ്ങൾക്ക് പ്രോസസ് ആവാൻ ഒരു എക്സാമ്പിൾ കൂടെ വേണ്ടി വരും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. 105 × 96. ഓക്കെ, ഇവിടെ 5 കൂടുതലാണ്, ഇവിടെ 4 കുറവാണ്. 4 × 5 20. -20 ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തേ എടുക്കാവുള്ളൂ? 100 - 20 അഥവാ 80. അടുത്ത ടാസ്ക് എന്താ? 105 ന്ന് 4 കുറയ്ക്കുക, 101.
പക്ഷെ ആ 101 തന്നെ എഴുതാൻ പാടുണ്ടോ? ഇല്ല, കാരണം ഇവിടെ മൈനസ് ആ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 101 എഴുതരുത്, 100 എഴുതാൻ പാടുള്ളൂ. 101 എഴുതരുത്, 100. ശരിക്കും 101 100 ഉണ്ടായിരുന്നോടാ, അതിൽ ഒരു 100 നമ്മൾ ഇവിടെ എടുത്തു. സംഭവം എത്രയാണ്? 101 100 ഉണ്ട്, 101 100 ഉണ്ട്. അതിന്റെ അകത്ത് നമ്മൾ ഒരു 20 കുറയ്ക്കണം എന്നേ ഉള്ളൂ. അത് കുറച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക. അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. 101 കിട്ടിയാലും നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? 100 എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരാം. 108 ഇൻറ്റു 92 എത്രയാന്നുള്ളത് ഒന്ന് കമന്റിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് വന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളാം. ശരി, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ സ്ക്വയറുകൾ കണ്ടുപിടിക്കേണ്ടി വന്നാലോ? അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കുറെ മുമ്പ് പറഞ്ഞൊരു കേസ് ഓർമ്മയുണ്ടോ? ഒരു സ്പെഷ്യൽ കേസ് 63 ഇൻറ്റു 67 ചെയ്യേണ്ടി വരികയാണെങ്കിൽ നടുക്ക് 65ന്റെ സ്ക്വയർ ആണ് ഉണ്ടാവുക. അതിൽ നിന്നും 65 2 67, 65 2 പോയ 63, 2 സ്ക്വയർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഈ 65ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ അതിനുള്ള ഒരു മാർഗം ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. 65ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ സ്ക്വയർ നമ്മൾ പലതവണ ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാണ്. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കൊരു 35 തുടങ്ങാം. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 5ന്റെ സ്ക്വയർ എത്രയാ? 25. അത് അങ്ങനെ തന്നെ എഴുതുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 3 കഴിഞ്ഞ അടുത്ത നാച്ചുറൽ നമ്പർ 4 ആണ്. 3 × 4 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇതായിരിക്കും അവിടുത്തെ 35ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഒന്നുകൂടെ പറയാമോ? 45ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു നോക്കിയേ, എന്താ വരിക? 5 സ്ക്വയർ 25. അതെപ്പോഴും ഇവിടെ ഉണ്ടാവും. 4ഉം തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 5. 4 × 5 20. ഇതായിരിക്കും ആൻസർ. അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 43 ഇൻറ്റു 47. നമുക്കറിയാം ഇതിന്റെ നടുക്കുള്ള 45. 45ന്റെ സ്ക്വയർ 20 25 അതിന്റെ അകത്തുനിന്ന് 2ന്റെ സ്ക്വയർ 4 പോയാൽ 20 21. മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും മെച്ചം ഇങ്ങനെ ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഇത് നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റൂല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സെയിം ബേസ് യൂണിറ്റ് ഡിജിറ്റ് കൂട്ടിയ 10 എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ 3 × 7 21, 4 × 5 20. കണ്ട, 20 21 കിട്ടും. അപ്പൊ ഇതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇനി 75 ആണെങ്കിൽ 75ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 5ന്റെ സ്ക്വയർ 25 തന്നെ. എന്നാൽ 7 കഴിഞ്ഞ അടുത്ത നമ്പർ 8. 7 × 8 56, 56 25. ഇങ്ങനെ വേണം ചെയ്യാൻ. ഒരൊറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. 95 സ്ക്വയർ എന്താ സംഭവിക്കുക? 5ന്റെ സ്ക്വയർ 25 തന്നെ. 9 × 10 തൊട്ടടുത്ത നമ്പർ 10 ആണ്. 90, 90 25. ഇതായിരിക്കും അവിടുത്തെ സ്ക്വയർ. എന്നാൽ സാധാരണ നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനോ? അതൊന്ന് ശ്രദ്ധിച്ചോണേ. സാധാരണ നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ AB സ്ക്വയർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രോബ്ലം 57 × 59 ആണ്. അതിന് നിങ്ങൾക്ക് എളുപ്പ വഴി എന്താ? 58ന്റെ സ്ക്വയർ അറിയാമെങ്കിൽ അതിൽ നിന്നൊന്ന് കുറച്ചാൽ മതി അല്ലെ? പക്ഷെ 58ന്റെ സ്ക്വയർ നമുക്ക് അറിയില്ലല്ലോ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക? ഞാൻ ഏറ്റവും സിമ്പിൾ ആയുള്ള നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണ് 41 സ്ക്വയർ അല്ലെങ്കിൽ 31 സ്ക്വയർ ഒക്കെ എടുക്കാം. ഞാൻ 41 സ്ക്വയർ എടുക്കുകയാണ്. എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ 1ന്റെ സ്ക്വയർ എഴുതുക. എത്രയാ? 1. അടുത്തതായിട്ട് അതാണ് ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ്. അതാ ഒരു ഡിജിറ്റ് എടുക്കാവുള്ളൂ അതിൽ നിന്ന് കേട്ടോ. അടുത്ത പണി എന്താ അറിയാമോ? അടുത്ത പണി ഇതിന്റെ അകത്ത് കാണുന്ന എല്ലാ നമ്പറുകളും തമ്മിൽ ഗുണിക്കുക. 2 × 4 × 1 അല്ലെ? 4 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അതാണ് അവിടെ നിന്ന് ഒരു ഡിജിറ്റ് എഴുതുക. അതാണ് സെക്കൻഡ് ഡിജിറ്റ്. പിന്നെ ചെയ്യേണ്ടത് ഈ 4ന്റെ സ്ക്വയർ എടുക്കുക. അതാണ് തേർഡ് ഡിജിറ്റ്. ഓക്കെ, അതായത് AB സ്ക്വയർ കാണുമ്പോൾ നിങ്ങൾ B സ്ക്വയർ കണ്ടുപിടിക്കുക, ഒരു ഡിജിറ്റ് എഴുതുക. 2AB കണ്ടുപിടിക്കുക, ഒരു ഡിജിറ്റ് എഴുതുക. ശിഷ്ടമൊക്കെ ഇടത്തേക്ക് പോയിക്കോളൂ. അവസാനം A സ്ക്വയർ കണ്ടുപിടിക്കുക. ഇത് എവിടെയെങ്കിലും കണ്ടു പരിചയം ഉണ്ടാവും അല്ലെ? A സ്ക്വയർ, 2AB, B സ്ക്വയർ. തൽക്കാലം മൈൻഡ് ചെയ്യണ്ട, അങ്ങോട്ട് മാറ്റി വെച്ചോളാം. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം. അപ്പൊ 41 സ്ക്വയർ എന്തായിരിക്കും? 1 സ്ക്വയർ 1 ആണ്. 2 × 4 × 1 8 ആണ്. 4 സ്ക്വയർ 16 ആണ്. ഇതായിരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾക്ക് 39 × 43 നടുക്കാരാ 41 അല്ലേ? വ്യത്യാസം 2 അല്ലേ? ഇപ്പൊ 41 സ്ക്വയർ -2. 41 സ്ക്വയർ എത്രയാ? 1 8 16 മൈനസ് 2 സ്ക്വയർ എത്രയാ? 4. അപ്പൊ 1677 കിട്ടും. കണ്ടോ? അപ്പൊ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സ്ക്വയർ അറിയാമെങ്കിൽ. വേറൊരു സ്ക്വയർ പറഞ്ഞു നോക്കാം. നമുക്കൊരു 52ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. അവിടെ ശ്രദ്ധിക്കണം, ശിഷ്ടം വരുന്നൊക്കെ ഇടത്തോട്ട് കൊടുത്തോണേ. ആദ്യം 2 സ്ക്വയർ എത്രയാ? 4.
അടുത്ത എല്ലാരെയും കൂടെ ഗുണിച്ചേ 2 × 5 10 × 2 20 0 രണ്ട് ശിഷ്ടമുണ്ടേ 5 സ്ക്വയർ 22 25 2 27 26704. അപ്പൊ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ക്വസ്റ്റ്യനിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് 51 × 53. നമുക്ക് 15 സ്ക്വയർ 2704 ആണെന്നറിയാം, ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു. അതിന്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, ഇവര് 52 51 3 തമ്മിലുള്ള വ്യത്യാസം 1 അല്ലേ, 1 സ്ക്വയർ കുറച്ചാൽ മതി 2703 കിട്ടും. ഇതാണ് ഐഡിയ. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ മിക്സഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു അവിയൽ പരുവാകും അല്ലെ. അതുകൊണ്ട് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ 3-4 സ്പെഷ്യൽ കേസസ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ശരി, അടുത്തൊരു ഞാനിതൊക്കെ 1-2 എക്സാമ്പിളെ പറയുന്നുള്ളേ. നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്തു നോക്കണം. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടോ നോക്കണം. എക്സാം ഹാളിൽ പോയിട്ടല്ല നിങ്ങൾ സ്റ്റക്ക് ആവേണ്ടത്, ഇപ്പോഴേ ചെയ്ത് സ്റ്റക്ക് ആവണം. എന്നിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കണം. അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഒഴിവാക്കി പോവാൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, മടിയൊന്നും വിചാരിക്കരുത്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു സ്പെഷ്യൽ ടൈപ്പിലേക്ക് പോവാം. ഈ സ്പെഷ്യൽ ടൈപ്പിൽ ഞാൻ പറയാൻ പോകുന്നത് 5, അതുപോലെ തന്നെ 5ന്റെ ഡിഫറെന്റ് പവേഴ്സ് 25, 125, അതുപോലെ 625. ഇവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആവുന്നതെന്നാണ്. നമുക്കറിയാം 5 എന്ന് പറഞ്ഞ ആരാ, 10/2 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നമ്പറിനെ, ഉദാഹരണത്തിന് 24നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 24ന്റെ പകുതി എടുക്കുക. എന്തുകൊണ്ടാണ് പകുതി എടുക്കുന്നത്, 10/2 പകുതി എടുത്തു 12. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 0 ഇടുക. അപ്പൊ പകുതി എടുത്ത് 0 ഇട്ടാൽ മതി എന്നാണ് പറയാ. 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനെ പകുതി എടുത്ത് 0 ഇടുക എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ 36 × 5 എത്രയായിരിക്കും, 36ന്റെ പകുതി 18 ആണ്. അതിനൊരു 0 ഇട്ടാ എന്തായി, നമ്മളെ ആൻസർ ആയി. ശരി, അടുത്തൊരു സ്റ്റേജിലേക്ക് പോവാം. നമ്മളോട് ചോദിക്കുകയാണ് 126 × 5 എത്രയാ. 126 എന്ന് പറഞ്ഞാൽ 63 ആണ് അതിന്റെ പകുതി. 63-ന് 0 ഇട്ടാൽ മതി. ഓക്കെ, അത് 0 ഇടേണ്ടത് എപ്പോഴാ, ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ. നിങ്ങൾക്ക് പകുതി എടുക്കാൻ പറ്റുമോ മാത്രം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, എത്ര വെക്കുക, 84 × 5. 84 × 5 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, 84ന്റെ പകുതി 42 ആണ്. 42-ന് ഒരു 0 എഴുതി പരിപാടി കഴിഞ്ഞു. ശരി, എന്നാൽ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലോ അവിടെ പകുതി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഉദാഹരണത്തിന് 43 × 5 വന്നു. അപ്പൊ 43ന്റെ പകുതി എടുക്കുക. 14ന്റെ പകുതി എത്രയാ, 20. 3ന്റെ പകുതി 1.5 അല്ലേ. അപ്പൊ 20 1.5 21.5. ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയാൽ മതി, 0 ഇടണ്ട, പകരം പോയിന്റ് ഒഴിവാക്കിയാൽ മതി. 215 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാല് 97 × 5. എടാ 97ന്റെ പകുതി എത്രയാ, 90ന്റെ പകുതി 45, 7ന്റെ പകുതി 3.5. അപ്പൊ 48.5. ആ പോയിന്റ് ഇടണ്ട, 485. ഇതാണ് 5ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ പ്രത്യേകത. എന്ത് ചെയ്താൽ മതി, പകുതി എടുക്കുക, ഒന്നെങ്കിൽ ഡെസിമൽ കളയുക, അല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. ഡെസിമൽ ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ പണി. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഏത് നമ്പർ ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയി പറ്റും. ആവറേജിലൊക്കെ അത് മിക്കവാറും സമയത്തും ഉണ്ടാവാറുള്ള ഒരു ഐഡിയ ആണ്, നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ഐഡിയ ആണ്. ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. 724 × 5. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫുള്ള് പകുതി എടുക്കുക. 720ന്റെ പകുതി 360 ആണ്. 4ന്റെ പകുതി 2 ആണ്. അപ്പൊ 362. 0 ഇട്ടു, കഴിഞ്ഞു. എന്ത് പെട്ടെന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അത് 5ന്റെ കേസാണ്. ഓക്കെ, എന്നാൽ 25ലേക്ക് വരുമ്പോ അതിന്റെ അകത്ത് 2 തവണ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 2 തവണ പകുതി എടുക്കണം, 2 തവണ 0 ഇട്ട് കൊടുക്കണം. യെസ്, ഉദാഹരണം 72 × 25. നമുക്കറിയാം 25ല് 2 തവണ 5 വരുന്നുണ്ട് അല്ലെ, 2 തവണ 5 വരുന്നുണ്ട്. അപ്പൊ 72ന്റെ 2 തവണയുള്ള പകുതി എടുക്കുക. 72ന്റെ പകുതി 36ന്റെ പകുതി 18. ഒരു 0 ഇട്ടാൽ മതിയോ, പോരാ, 2 0 ഇടണം. ഓക്കെ, അപ്പൊ 125 ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ നിങ്ങൾ അതിനകത്ത് 3 തവണ 5 ഉണ്ട്. 5ന്റെ ക്യൂബ് ആണ് അത്. അതുകൊണ്ട് 3 തവണ പകുതി എടുത്ത് 3 തവണ 0 ഇടണം. നമുക്കൊരു എക്സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം. എത്ര വെക്കുക, 124 × 125. ശരി, പല വഴികളിൽ ചെയ്യാമേ. ഞാനിപ്പോ ഈ ഒരു വഴി പറയാൻ പോവാ. 125 എന്ന് പറഞ്ഞാൽ 3 5 ഉണ്ട് അല്ലെ. അതുകൊണ്ട് 3 തവണ ഇവനെ പകുതി എടുക്കണം. 124ന്റെ പകുതി 62ന്റെ പകുതി 31. 31ന്റെ പകുതി എത്രയാ, 15.5 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 3 തവണ പകുതി എടുത്തു. ഇനി 3 0 ഇടണ്ടേ,
ഒരു സീറോയ്ക്ക് പകരം ആ പോയിന്റ് അങ്ങ് വായിച്ചാൽ മതി. ആ പോയിന്റ് വായിക്കുക, പകരം അവിടെ ഒരു 5 മതി. ഒരു സീറോ ആയി, 2 സീറോയും കൂടെ ഇട്ടാൽ മതി, 15,500 എന്ന് കിട്ടും. ഇതാണ് ഐഡിയ. ശരി, അങ്ങനെയാണെങ്കിൽ എത്രയാ വെക്കുക? 18 × 125 എത്രയായിരിക്കും? പകുതി എടുക്കുക, 3 തവണ പകുതി എടുക്കുക അല്ലെ. 125-ൽ 3 അഞ്ചല്ലേ ഉള്ളത്, 3 തവണ പകുതി എടുത്തേ. 18ന്റെ പകുതി 9, 9ന്റെ പകുതി 4.5, 4ന്റെ പകുതി 2.25. ഇതിന് 3 പൂജ്യം ഇടണം. ഒരു ഡെസിമൽ കളഞ്ഞു, 1 പൂജ്യം. രണ്ടാമത്തെ ഡെസിമൽ കളഞ്ഞു, 2 പൂജ്യം. 1 പൂജ്യം കൂടെ ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ വരിക. എത്ര പെട്ടെന്നാ കിട്ടുക നോക്ക്. അപ്പോ നിങ്ങൾ ഈ ഒരു ഐഡിയ പ്രോപ്പറായി പഠിച്ചു വെച്ചോളാം. 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നാല് അവിടെ 3 5 മനസ്സിലാക്കുക. എന്നാൽ 625 ആണെങ്കിലോ, 625 ആണെങ്കിൽ അവിടെ എത്ര 5 ഉണ്ട്? 4 5 ഉണ്ട് കേട്ടോ. 5⁴ ആണ് 625. 5⁴ 4 5 ഉണ്ട്. അതുകൊണ്ട് 4 തവണ പകുതി എടുക്കുക, 4 സീറോ ഇടുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ടാസ്ക്. അപ്പൊ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലോ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. എത്രയാ എടുക്കുക? 82 വേണ്ട, ആദ്യം മൊത്തം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേറെ അല്ലാത്ത ഓഡ് നമ്പർ വരുന്നത് കാണിച്ചു തരാം. 144 × 625 ഒന്ന് പറഞ്ഞു നോക്കാം. 625 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5⁴ ആണ്. 4 അഞ്ചുകൾ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ 4 തവണ പകുതി എടുക്കണം. 144ന്റെ പകുതി 72ന്റെ പകുതി 36ന്റെ പകുതി 18ന്റെ പകുതി 9. ഇനി 4 പൂജ്യം ഇട്ട് കൊടുക്കണം. 90,000. അതായിരിക്കും അവിടുത്തെ ആൻസർ. മനസ്സിലായില്ലേ? ഇത്രയും എളുപ്പമാണ് ഈ ഒരു ടൈപ്പിലെ ആൻസർ കണ്ടുപിടിക്കാൻ. പക്ഷെ ഐഡന്റിഫിക്കേഷൻ ആണ് അവിടെ പ്രശ്നം. 625 കാണുമ്പോൾ ഇതാണ് സാധനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 24² × 25² എത്രയാന്ന് ചോദിച്ചു. ഓക്കെ, 24² എന്ന് പറഞ്ഞാൽ എത്രയാ? 24 × 24. 25² എന്ന് പറഞ്ഞാൽ അതിൽ 25-ന് 2 5 ഉണ്ട്. 25ന്റെ സ്ക്വയറിലോ 4 5 ഉണ്ടാവും. 25ന്റെ സ്ക്വയർ ആണ് 625, 4 5 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ 4 തവണ പകുതി എടുക്കണം. 24ന്റെ പകുതി 12, ഒരു പകുതിയായ. 24ന്റെ പകുതി 12, ഒരു പകുതിയായി. ഇതിന്റെ പകുതി 6, 3 പകുതിയായി. ഇതിന്റെ പകുതി 6, 4 പകുതിയായി. 6 × 6 36. 4 പൂജ്യം ഇട്ടാല് 33,60,000 എന്ന് കിട്ടും. ഇതായിരിക്കും അവിടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഒന്ന് ചെയ്തു നോക്കിയിട്ട് എത്ര തവണ പകുതി എടുക്കണം? 4 തവണ പകുതി എടുക്കണം. എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ പറയാം. ഓക്കെ, അപ്പൊ ഓർത്തുള്ള 5, 25, 125, 625. ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് പറഞ്ഞത്. ഡിവിഷനും കൂടെ പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഡിവിഷനെ പറ്റി പറയുന്നില്ല. അപ്പൊ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത് അല്ലെ. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങള് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായി പഠിച്ചിട്ടുണ്ടാവണം. ടേബിൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടേബിൾ കിടിലമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഒരു വിട്ടുവീഴ്ച അതിൽ വരുത്താൻ പാടില്ല. കിടിലമായി നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ പഠിക്കുക. എല്ലാ ദിവസവും എല്ലാ ടേബിളും. ടേബിൾ എങ്ങനെ പഠിക്കുക? 1 മുതൽ 10 വരെയാണോ? അല്ല, 1 to 20, 1 മുതൽ 20 വരെ. 1 × 1, 2 × 1, 3 × 1 എന്ന് പറഞ്ഞാൽ 20 × 1 വരെ. അതുപോലെ ഇപ്പൊ നമ്മൾ 13ന്റെ ടേബിൾ പഠിക്കുകയാണെങ്കിൽ 13 × 1, 13 × 2, അങ്ങനെ 13 × 20 വരെ മസ്റ്റ് ടൈം പഠിച്ചു പോയിരിക്കുക. ഇത് മിസ്സാക്കാതെ പഠിച്ചിട്ടുണ്ടാവണം. അത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഓവറോൾ പറയാനുള്ളത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ തൊട്ടടുത്ത പാർട്ടില് ഞാൻ 2/2 മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2 അക്ക സംഖ്യയും ഒരു റാൻഡം 2 അക്ക സംഖ്യ AB × CD എങ്ങനെയാണ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ABC × DEF ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് എഴുതാതെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും. അതുപോലെ ഡിവിഷനായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റിൽ പറയാം. അതുപോലെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങളും കൂടെ കമന്റിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്.